കേരളത്തെ കണ്ണീരിലാഴ്ത്തി വയനാട് ദുരന്തം. മരിച്ചവരുടെ എണ്ണം 200 കടന്നു. സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു അപേക്ഷയുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകാൻ മടി കാണിക്കരുത്. പലവിധ വാക്കുപോരുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലത് എനിക്ക് പറയാതെ യാതൊരു തരവുമില്ല. 2 തവണ മുന്നറിയിപ്പ് നൽകി എന്തുകൊണ്ട് ജനങ്ങളെ മാറ്റിയില്ല? കേരളം എന്തു ചെയ്തു? ഉരുൾപൊട്ടൽ സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകളാണിത്. കേരളത്തെ കാത്തിരിക്കുന്ന വലിയ ദുരന്തം അന്നു ഞാനും നിങ്ങളും ജീവനോടെ കാണും. മാധവ് ഗാഡ്ജിൽ. അതിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ആരും ഇടരുത്, നേരിട്ട് കുടുംബങ്ങളിലേക്ക് നൽകുക, അല്ലെങ്കിൽ അത് കട്ടുമോട്ടിച്ചു കൊണ്ടുപോകും എന്നിങ്ങനെ പലവിധ വാക്പോരുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തെങ്കിലും രാഷ്ട്രീയം പറയാതെ, മതം പറയാതെ, കുറ്റപ്പെടുത്തലുകളില്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കുക. പൈസ ഇല്ലാത്തവർ കൊടുക്കണ്ട, അത്രയേ ഉള്ളൂ. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കുള്ളവയെല്ലാം ഈ ഭൂമിയിലുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ അത്യാവശ്യത്തിന് ഈ ഭൂമി മതിയാകില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ലോകമാദരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത്. ഈ വരികൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് പ്രകൃതിയിൽ സംഭവിക്കുന്ന വിനാശകരമായ മാറ്റങ്ങൾ. ദിനംപ്രതി നമ്മൾ സാക്ഷ്യം വഹിക്കുന്നതും അത്തരം കാഴ്ചകൾ തന്നെയാണ്. പ്രകൃതിയുടെ ഭാവമാറ്റം നമുക്ക് മുന്നിൽ പ്രകൃതി ദുരന്തമായിട്ടും പകർച്ചവാദികളുമൊക്കെ ആയിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി അതിൻ്റെ ഭാവം മാറ്റുമ്പോഴാണ് മനുഷ്യൻ പ്രകൃതിക്ക് മുന്നിൽ ഇത്രമാത്രം നിസ്സഹായനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. എന്താണ് ഈ പ്രകൃതിയുടെ മാറ്റത്തിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനെ പരിഹരിക്കാനോ മാറ്റാനോ മനുഷ്യൻ തയ്യാറല്ല. കാരണം ഭൂമിയിൽ തൻ്റേതായ സ്വർഗം പടുത്തുയർത്താനാണ് മനുഷ്യൻ്റെ ശ്രമം. എന്നാൽ അതിൻ്റെ അനന്തരഫലമായി അവൻ തന്നെ ഇവിടം നരകമായി മാറ്റുകയാണ് എന്നതാണ് വാസ്തവം. മുമ്പൊക്കെ പ്രകൃതിയുടെ മാറ്റങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനെങ്കിലും സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് പ്രകൃതിയുടെ അസന്തുലിതാവസ്ഥ കാരണം പ്രകൃതി എപ്പോൾ എങ്ങനെ എന്നത് ഒരു ഊഹം പോലും ഇല്ലാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അതിന് വഴിയൊരുക്കിയത് മനുഷ്യൻ്റെ തന്നെ വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തികളാണ് എന്നതാണ് സത്യം. പക്ഷേ പ്രകൃതിയുടെ ഈ രൂക്ഷതയിൽ നഷ്ടങ്ങൾ അനുഭവിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത ചിലർ കൂടിയാണ്. ഏറ്റവും ആദ്യമായി നമുക്ക് വേണ്ട ഒരു തിരിച്ചറിവുണ്ട്. അതായത് നമ്മൾ മനുഷ്യർ ഈ പ്രകൃതിയിൽ നിന്നും വിഭിന്നരല്ല എന്നതാണ്. നമ്മൾ പ്രകൃതിയുടെ തന്നെ ഒരു ഭാഗമാണ്. നമ്മുടെ നിലനിൽപ്പ് തന്നെ പ്രകൃതിയെ ആശ്രയിച്ചിട്ടാണ്. പക്ഷെ മനുഷ്യൻ പ്രകൃതിയെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോയാൽ ഇതിൻ്റെ ഫലം ഇതിലും വലുതായിരിക്കും. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ളത് അമ്മയും മക്കളും പോലെയുള്ള ബന്ധമാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് വേണ്ടി മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ആ ബന്ധം കൂടുതൽ ദൃഢമാക്കുക എന്നതാണ്. പണ്ടത്തെ കാലത്ത് ആചാരങ്ങളുടെ ഭാഗമായിട്ടെങ്കിലും അങ്ങനെ ഒരു ബന്ധം നിലനിന്നിരുന്നു. പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ ടെക്നോളജി വളരുകയും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അകലുകയും ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. ലക്ഷക്കണക്കിന് വർഷങ്ങളോളം മനുഷ്യൻ ജീവിച്ചത് പ്രകൃതിയെ ആശ്രയിച്ചാണെങ്കിൽ പിന്നീട് മനുഷ്യൻ്റെ ബുദ്ധി വികസിച്ചപ്പോൾ അവൻ ചുറ്റുമുള്ള പ്രകൃതിയുടെ മേൽ ആധുനിക ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മനുഷ്യൻ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി. ഇതിനെ ലോകം പുരോഗതിയും പരിഷ്കാരവുമൊക്കെ ആയിട്ട് കാണാൻ തുടങ്ങി. അങ്ങനെ പ്രകൃതിയെ വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും കീഴടക്കുകയും ചൂഷണം ചെയ്യുകയും തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലാത്ത രീതിയിലേക്ക് മാറി. അളമുറ്റിയാൽ ചേരയും കടിക്കും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെയായി കാര്യങ്ങൾ. ഈ പ്രകൃതി എന്നത് ഒരു മാജിക്ക് മാത്രമല്ല, ഒരു കൂട്ടായ്മയാണ്. മരങ്ങളും ചെടികളും മൃഗങ്ങളും പക്ഷികളും മനുഷ്യരും സൂക്ഷ്മാണുക്കളും അങ്ങനെ പല പല വൈവിധ്യങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന കൂട്ടായ്മ. കാടുകളും മരുഭൂമിയും തടാകങ്ങളും മാത്രമല്ല, കൃഷിയിടങ്ങളും കന്നുകാലികളും, എന്തിന് വീടിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് വെക്കുന്ന അലങ്കാരികൾ ചെടികൾ വരെ അതിൻ്റെ ഭാഗമാണ്. ഈ കൂട്ടായ്മ നിലനിൽക്കുന്നത് തന്നെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ചങ്ങല കണ്ണികൾ പോലെയാണ്. ഇതിനെ ബയോളജിക്കൽ ചെയിൻ അല്ലെങ്കിൽ സൈക്കിൾ എന്നൊക്കെ പറയാം. ഇതിൽ ഓരോ ജീവിവർഗവും പരസ്പരം നശിക്കാതെ തന്നെ പ്രകൃതിയിൽ നിന്ന് ഊർജം ശേഖരിച്ച് പ്രകൃതിയിലേക്ക് തിരിച്ച് ഊർജം നൽകുന്നവയാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു കണ്ണി പൊട്ടിയാൽ അത് തിരിച്ചു കോർക്കുന്നത് വരെ ആ ചങ്ങലയുടെ താളം തെറ്റും. എത്രത്തോളം ചങ്ങലക്കണ്ണികൾ പൊട്ടാതെ സൂക്ഷിക്കുന്നുവോ അത്രയും നല്ലത്. കാരണം ജൈവ വൈവിധ്യങ്ങളുടെ ഈ ചങ്ങലയുടെ തൂണിന് മുകളിലാണ് മനുഷ്യനവൻ്റെ നാഗരികത കെട്ടിപ്പുടർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു കോട്ടം തട്ടിയാൽ അത് ബാധിക്കുന്നത് മനുഷ്യനെ തന്നെയാണ്. ചിലർ വിചാരിക്കുന്നത് പ്രകൃതിക്ക് അല്പം കേടുപാട് പറ്റിയാൽ എന്താ, വികസനമുണ്ടല്ലോ, ആളുകൾക്ക് ജോലി സാധ്യതകളുണ്ടല്ലോ, അല്ലെങ്കിൽ പണം കൂടുമല്ലോ എന്നൊക്കെയാണ്. പക്ഷേ അവരോടൊക്കെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇതൊക്കെ അനുഭവിക്കാൻ ഈ ഭൂമിയിൽ
ജീവൻ ബാക്കി വേണ്ടേന്നേ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന് പറയുന്നത് ഈ പ്രകൃതിയിൽ തന്നെയാണുള്ളത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും തന്നെ പരിഹാര മാർഗങ്ങളായിട്ട് മാറണം. നമ്മുടെ സിസ്റ്റം മാറണം. അതിനുവേണ്ടി ആ സിസ്റ്റത്തിൻ്റെ ഭാഗമാകാനായിട്ട് ഓരോരുത്തരും മാറിക്കൊണ്ടേയിരിക്കണം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് പറയുകയും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടും മാത്രം കാര്യമില്ല. അത് മനസ്സിലുണ്ടാവണം. ചുരുക്കി പറഞ്ഞാൽ, പ്രകൃതിക്ക് കോട്ടം തട്ടിയാൽ മനുഷ്യകുലത്തിനും കോട്ടം തട്ടും എന്ന് ചിന്തിച്ചു വെക്കുക. കാടും നാടും തമ്മിലുള്ള അതിർവരമ്പുകൾ ലംഘിക്കാതെ ജീവിക്കുകയും മറ്റു ജീവികളെ ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്യുക. ഈ ഭൂമിയുടെ സ്രോതസ്സുകളൊക്കെ സംരക്ഷിച്ചാൽ കുറച്ചു കാലം കൂടി നമുക്ക് ജീവിക്കാം. മനുഷ്യർക്ക് പിടികിട്ടാത്തൊരു പ്രഹേളിതയാണ് പ്രകൃതി എന്ന് പറയാറുണ്ട്. അത് ഇന്നത്തെ കാലത്ത് അപ്രോപ്രിയേറ്റാണ്. അതുകൊണ്ട് ഭൂമിയെ വേദനിപ്പിച്ചാൽ നമ്മൾ കരയേണ്ടി വരും എന്ന് ഓർക്കുക. ആശകളും ആഗ്രഹങ്ങളും ബാക്കി വെച്ച് വയനാട്ടിൽ നിന്ന് ഈ ഭൂമിയോട് വിട പറഞ്ഞു പോകേണ്ടി വന്ന ഓരോരുത്തർക്കും ആദരാഞ്ജലികൾ.